ഒരു പതിറ്റാണ്ടിലേറെയായി ജർമ്മൻ ഫുട്ബോളിൽ ബയൺ മ്യൂണിക്കിന് തരത്തിനൊത്ത് എതിരാളികളില്ലായിരുന്നു. 11 വർഷമായി ആർക്കും വിട്ടുകൊടുക്കാതെ ബുണ്ടസ്ലീഗ ചാമ്പ്യൻ പട്ടം സ്വന്തം ഷെൽഫിൽ സൂക്ഷിക്കുന്ന ബയണിന് ഇത്തവണ കിരീടം നേരത്തെ നഷ്ടമാവുമെന്ന് ഉറപ്പായിരിക്കുന്നു. സീസണിൽ ഇതുവരെ ഒരു കളി പോലും തോൽക്കാതെ കുതിക്കുന്ന ബയർ ലെവർകൂസൻ ജേതാക്കളാകുമെന്ന് നേരത്തെ ഉറപ്പായതാണെങ്കിലും ടീം ഒന്ന് പന്ത് തട്ടുക പോലും ചെയ്യാതെ ഈ ആഴ്ച അത് സംഭവിച്ചേക്കുമെന്നതാണ് പുതിയ റിപ്പോർട്ട്. രണ്ടാമതുള്ള ബയണിനേക്കാൾ 16 പോയിന്റ് മുന്നിലാണ് സാബി അലോൺസോയുടെ സംഘം. ലെവർകൂസന് 76-ഉം ബയണിന് 60-ഉം സ്റ്റുഗർട്ടിനും 60 പോയിന്റുണ്ട്. ലീഗിൽ 6 റൗണ്ട് മത്സരങ്ങൾ ശേഷിക്കെ ശനിയാഴ്ച ആദ്യമിറങ്ങുന്ന ബയൺ എതിരാളികളായ കൊളോണിനോട് തോൽവി സമ്മതിച്ചാൽ ബുണ്ടസ്ലീഗ ചാമ്പ്യൻ പട്ടം നേരത്തെ തീരുമാനമാകും. വർട്ടർ ബ്രെമനെതിരെ പന്ത് തട്ടാതെ കിരീടം ലെവർകൂസന് സ്വന്തമാക്കാം. 2012-ൽ യൂർഗൻ ക്ലോപ്പിന്റെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ജേതാക്കളായ ശേഷം ബയൺ മാത്രമാണ് ബുണ്ടസ്ലീഗയിൽ കപ്പ് ഉയർത്തിയത്. മത്സരങ്ങളേറെ ബാക്കിയില്ലാത്ത ലീഗിലും സീസണിലും ഇതുവരെ തോൽക്കാത്ത ലെവർകൂസന് വരും മത്സരങ്ങളും തോൽവിയില്ലാതെ പൂർത്തിയാക്കാനായ ഫുട്ബോൾ ചരിത്രത്തിലെ അത്ഭുതമായി അത് മാറും. ഒരു സീസണിൽ ഒറ്റക്കളിയും തോൽക്കാത്ത ഒരു ടീമുമില്ല. ആഴ്സണൽ അടക്കം സ്വന്തം ലീഗിൽ ഒറ്റക്കളിയും തോൽക്കാതിരുന്നവരുണ്ട്. പക്ഷേ മറ്റു ടൂർണമെന്റുകളിൽ കൂടി അപരാജിത കുതിപ്പിന് ഇതുവരെയും ആർക്കുമായിട്ടില്ല. ബയർ ലെവർകൂസൻ ഇതുവരെ സീസണിൽ ആകെ 41 മത്സരങ്ങൾ കളിച്ചതിൽ 36-ലും ജയിച്ചു, 5 സമനിലയും. ക്ലബിന്റെ 119 വർഷത്തെ ചരിത്രത്തിൽ ബയർ ലെവർകൂസൻ ഇതുവരെ ബുണ്ടസ്ലീഗയിൽ ജേതാക്കളായിട്ടില്ല. ഇത്തവണ ആ ചരിത്രം മാറുമെന്ന് ഉറപ്പാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.